കേരളത്തിന് പുറത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഒക്കെ പഠിച്ചു വന്നവർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർമാറ്റ് കൂടി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പാർട്ട് 1ഉം 2ഉം 3ഉം സെപ്പറേറ്റ് തന്നെ എൻട്രി ചെയ്യാം. അപ്പോൾ പാർട്ട് 1നകത്ത് നിങ്ങൾ ഇംഗ്ലീഷ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വേണം എൻട്രി ചെയ്യാനായിട്ട്. ഒന്നുകിൽ മാർക്ക് എൻട്രി ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് എത്രയാണെന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ എഴുതുക. അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേഡ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആക്കാനാണ് പ്രൊവിഷൻ ഉള്ളത് എങ്കിൽ അങ്ങനെ ഗ്രേഡ് കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഫസ്റ്റ് കോളത്തിൽ എൻട്രി ചെയ്യുക, ലാസ്റ്റ് കോളത്തിനകത്ത് 100 എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ ടോട്ടൽ മാർക്കും അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ 100 ഔട്ട് ഓഫ് എത്രയാണെന്നുള്ളത് എഴുതുക. ഇനി പാർട്ട് 2ഉം അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററിലൊക്കെ പാർട്ട് 2 പഠിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ മാർക്കും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും എൻട്രി ചെയ്യുക. ഇനി പാർട്ട് 3യിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ്. 2 സബ്സിഡിയറി സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ 2 എഴുതുക, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടാവുന്നതാണ്. 0 എൻ്റർ ചെയ്ത് പോയാൽ ഫില്ല് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. ഇനി അവസാന പാർട്ടിലേക്ക് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട് 3യുടെ ടോട്ടലാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അതിൽ നമ്മൾ പാർട്ട് 1ഉം 2ഉം ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളിലും ഇത് ആഡ് ചെയ്തായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് മാർക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണം എൻട്രി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ശേഷം മാർക്ക് വെരിഫിക്കേഷൻ്റെ ടൈമിൽ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ട് 3 ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കോർ സബ്ജക്റ്റിനും സബ്സിഡിയറി സബ്ജക്റ്റുകൾക്കും മാത്രം ലഭിച്ച മാർക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് വേണം അവിടെ എഴുതാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക.